ഹലോ ഹായ് ദിസ് ഇസ് മീ ആർജെ നിതിൻ മിഥില. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം യെസ് ഐ എം ബാക്ക്. ഒരുപാട് കാലം എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നിങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് സമയമില്ല, യാത്രകളായിരുന്നു കൂടുതൽ. ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. ഇന്നെന്തായാലും നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫുഡ് വ്ളോഗാണ്. ഇപ്പോഴത്തെ തേജുണ്ട്, തേജിൻ്റെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ബീഫ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. കപ്പ ബിരിയാണി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഒരു 2 കിലോ കപ്പയുണ്ട്, പിന്നെ 1 കിലോ ബീഫ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ 2 കിലോ കപ്പ. ദേ ഉള്ളി, അതായത് ചെറിയ ഉള്ളി, വലിയുള്ളി, 1 കിലോ ബീഫ്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. ഓക്കെ, പിന്നെ ഇതൊക്കെ നമ്മുടെ പൊടികളും. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ഇടേണ്ടതെന്ന്. അത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണം. അതല്ല, അതായത് നമ്മളിത് കുക്കറിലേക്ക് വേവിക്കാൻ ഇടുന്ന സമയത്ത് ഈ പൊടികളെല്ലാം ഇതിലേക്ക് കൂടെ മിക്സ് ചെയ്യാം, അല്ലേ? അത് മാരിനേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ് കുക്കറിൽ ഇടുമ്പോൾ നമ്മൾ പൊടികളും ബാക്കിയെല്ലാം ഇതാക്കിയിട്ട് ഇട്ടിട്ട് വേവിക്കുകയാണ് നമ്മൾ, അല്ലേ? തീർച്ചയായിട്ടും. നിപ്പി അപ്പോൾ നിപ്പി ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. നമുക്കെല്ലാം നിപ്പി റെഡിയാക്കി തന്നത് മൊത്തം എല്ലാ പണി റെഡിയാക്കി നിപ്പി ഇവിടെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നു. 3 നാരങ്ങ, ഒരു സോഡ. ഓക്കെ, പെരളശ്ശേരി ടൗണാണ് കേട്ടോ, പെരളശ്ശേരി ടൗൺ. ഭയങ്കര പാടാണ് ശരിക്കും യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടെ വേറെ പോകുന്നത്. അപ്പോൾ ഓൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. വെൽ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ബാക്കി ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് പോകും. ഓക്കെ, നമ്മളങ്ങനെ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു. സുനിയാപ്പിന് ഇവിടെ കപ്പ പൊളിക്കുന്നുണ്ട് കേട്ടോ, കപ്പ പൊളിക്കുന്നുണ്ട്. അപ്പുറത്ത് നിങ്ങൾ കാണുന്നത് പഴഞ്ചക്കയാണ്. പഴഞ്ചക്കയല്ലല്ലോ അത്, വരിക്കച്ചക്ക. ആ, ഉച്ചക്ക് നമ്മൾ എന്താ ഉണ്ടാക്കിയെന്നറിയോ? ഉച്ചക്ക് നാടൻ ചിക്കൻ കറി. ഓക്കെ, നാടൻ ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറ്. ഇത് ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായി. പിന്നെ സാലഡ്, പിന്നെ നാരങ്ങ അച്ചാറ്, പഴത്തിൻ്റെ അച്ചാറ്, ഇതൊക്കെ. വെളുത്തുള്ളി കുക്ക് ചെയ്യുന്നത് കുറെ കാലത്തിന് ശേഷം. ഞാൻ ഫസ്റ്റ് കുക്ക് ചെയ്തത് കൊറോണ ടൈമിലാണ്. ശരിക്കും ഇന്നത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം? ഇവന്റെ ഏറ്റവും അല്ല, നീ ആ പ്രത്യേകത പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നോട്ട് വിമൻസ് ഡേ. ഓക്കെ, തേജു ഇതാ ഈ കക്ഷി ഉണ്ടല്ലോ, അതായത് കഴിഞ്ഞ നമ്മുടെ കൊറോണയ്ക്ക് ചിക്കൻ കറിയിൽ തുളസി ഇലയിട്ട് വെച്ച ഒരേ ഒരു താരമാണ് ഇവൻ. തുളസി ഇലയിട്ട് ചിക്കൻ വെച്ചത്. അതായത് ഞാനത് ആക്കുമ്പോ എന്റെ തൊട്ടിപ്പുറത്ത് നിന്ന് തുളസിയില പറിച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത് അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം വരുന്നുണ്ടല്ലേ? ഓക്കെ, സോ എണ്ണ കുറച്ച് ചൂടായതുകൊണ്ട് ഗാർലിക് കുറച്ചൊന്നും ഇതായി തുടങ്ങിയത്. ചക്ക ഒന്നാമത്തെ അല്ല, എനിക്ക് കണ്ടിട്ടില്ല, കണ്ടന്റ് ലോസാ എനിക്ക്. സുനി, അപ്പൊ ഞാൻ കാര്യം ചെയ്യട്ടെ, ഇത് ചക്കേനേക്കാൾ കൂടുതൽ ഇതിന്റെ പേര് ചമണിയാ, ഇതാണ് ഇതിൽ കൂടുതൽ. അതെന്താ? മറ്റേ നാടൻ ചക്കയല്ലേ, പിന്നെ അതുകൊണ്ട് ചൊള കുറവായിരിക്കും. തേജു എണ്ണ കൂട്ടി ഒഴിക്കുന്നുണ്ട്. ഒന്നാമത് ഒരു കാര്യം അറിയണത്, എനിക്ക് ബീഫിൽ നല്ല എണ്ണയുണ്ടാവും. കുഴപ്പമില്ല, നമുക്കത് സൂപ്പായിട്ട് കുടിക്കുമ്പോൾ ഇതിന്റെ സ്റ്റോക്ക് എന്ന് പറയാൻ ഇത് വരുമ്പോൾ നമുക്ക് സൂപ്പായിട്ട് കുടിക്കുമ്പോൾ കുറച്ച് ഉപ്പിടാണ്. അത് കുറച്ച് വാടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടാ പോരെ? ഇപ്പൊ എനിക്ക് ലാസ്റ്റ് ഉപ്പ് കുറച്ച് ഇടണം, അവർക്ക് ബാക്കി വെക്കണം. ബീഫിന് ഉപ്പ് കുറച്ച് അധികം വേണം. ഇങ്ങനെ ഇടണം. ക്യാമറ കണ്ടുകൾ ബീഫിനെ നോക്കി വിതുമ്പുന്നു.
സുനിയാപ്പ് കപ്പയെല്ലാം റെഡിയാക്കി കേട്ടാ. നല്ല തൂൾ വെള്ള കപ്പ, നൈസ് കപ്പ, വെള്ള കപ്പ, അടിപൊളി കപ്പ. അപ്പം ഇനി നമ്മുടെ കുക്കറിലേക്ക് കുക്കറിൻ്റെ അടപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഉപ്പ് കുറവാണുമില്ല, അപ്പം കുറച്ചും കൂടി നമ്മൾ ഉപ്പ് ഇടുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ. ഇത് കൂട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ അടുത്തേക്ക് സാധനം. ഈ സുനിയാപ്പം എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അതായത് എൻ്റെ ആപ്പനാണ്. സുനിയാപ്പം വെക്കുന്ന പോലത്തെ ഫുഡ്, അതായത് ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയാൽ പോലും ഇത്രയും നല്ല കൈപ്പുണ്യമുള്ള ഒരാള്. കുഴപ്പമില്ല, എന്തായാലും ഞാൻ തന്നെ ടോട്ടോ അടിച്ചില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. അതായത് പുട്ടും ചെറുപയറും, നമ്മൾ ഇപ്രാവശ്യം വയനാട്ടിൽ പോയി കഴിച്ച പുട്ടും ചെറുപയറിന്റെ അതേ ടേസ്റ്റ്. അല്ല നല്ലത് നിപ്പി തള്ളാണ് ഇത്. അല്ല ഞാൻ വയനാട് പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ കപ്പ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡിയായി. അതുപോലെ നമ്മൾ ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. പക്ഷെ ബീഫ് നോക്കുമ്പോഴത്തേക്കും നല്ല ഇതല്ലേ സുനിയപ്പ, ബീഫ് നല്ല ഹാർഡല്ലേ? ബീഫ് നല്ല ഹാർഡാണിത്. അതായത് നല്ല മൂത്ത ബീഫാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വേവ് എന്തായാലും നമുക്ക് വേണ്ടി വരും. ഇപ്പം നമ്മളെ ബ്രേക്ക് ടൈമാണ്. അതായത് രണ്ടും അടുപ്പത്തല്ല, ഇപ്പം നമ്മുടെ ബ്രേക്ക് ടൈം. ഈ സമയത്ത് നമ്മളിവിടെ സോഫയിൽ വന്നിരിക്കും. നെപ്പി കിടന്ന് പറയുന്നു ഏജു. അതിൻ്റെ ഇടയിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ്. ഓക്കെ, നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാം. ഇത് റെഡ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ രണ്ടാമത് എടുത്തപ്പോൾ എൻ്റെ ചോദിച്ചു റെഡ് തന്നെ അല്ലേ ചോദിച്ചു. വൈറ്റ് ഉണ്ട്. ആ വൈറ്റ് ഉണ്ട്, പക്ഷെ വൈറ്റ് വേണ്ടേ? ആ എന്നോട് ചോദിച്ചാൽ റെഡ് ആണോ വൈറ്റ് ആണോ? ഞാൻ പറഞ്ഞു റെഡ് ആണെന്ന് പറഞ്ഞു. റെഡിനാ നല്ല ടേസ്റ്റ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല, ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഫൈബർ കോണ്ടന്റ് എല്ലാം വേറെ ലെവലാണ്. കണ്ടന്റ് ഓക്കെ എല്ലാം വേറെ ലെവലായിരിക്കും. ഇഷ്ടം വെന്തിന്, പക്ഷെ കുറച്ചുകൂടെ ഒരു പൊടിക്കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് വിസിൽ വെച്ചാലില്ലേ ഇതിപ്പം പറ്റുകയും ചെയ്തു. നേരത്തെ കാണാൻ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. തേജ് ഇപ്പൊ എടുത്ത വ്ലോഗിന്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ വിമൻസ് ഡേ ആയതുകൊണ്ട് നമുക്ക് വുമൻസ് ഡേ സ്പെഷ്യൽ ഇന്ന് എനിക്ക് ഇടാൻ പറ്റി തോന്നുന്നില്ല. ഇന്നോ ഓർ നാളെ മോർണിംഗ് ആകുമ്പോഴത്തേക്ക് ഞാൻ സ്പോട്ട് എഡിറ്റ്, പക്ഷെ ഓൺ ദ സ്പോട്ട്. ഫൈനലി നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു ജ്യൂസി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? പക്ഷെ ഇത് സുനിയാപ്പൻ അടിക്കും. ഗ്രേവി ടൈപ്പ്, പക്ഷെ കുഴപ്പമില്ല. നൈസ്. സെറ്റ് ആയിരിക്കാണ്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ലുഡോയും. ഒരു കയ്യിൽ ലുഡോ, ഒരു കയ്യിൽ ഫോൺ. ആയി വാ അപുളി. ഏത് മോഡ്? അമ്മാനി മോഡ്. ഇനി നാളെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതായത് നാളെ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ പറശ്ശിനിക്കടവിൽ പോകുന്ന വ്ലോഗുമായിട്ട് നാളെ കാണുക. അതുവരെ യെസ്, നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.